അതൊക്കെ പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ആദ്യം ശബരിമല. എന്ത്, രണ്ടുപേരും കൂടി? അല്ലല്ല, കല്യാണത്തിന്റെ അന്നു മുതൽ 41 ദിവസത്തെ വ്രതം. പിന്നെ അയ്യനെയും കണ്ട് വാവരസ്വാമിയും തൊഴുത് മടങ്ങി വന്നിട്ട് ദാമ്പത്യം ആരംഭിക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ എന്റെ മോളുടെ റോള്? കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി 101 ശയന പ്രദക്ഷിണം, ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി അഗ്നിക്കാവടി, സന്താന ലബ്ധിക്ക് വേണ്ടി പുത്ര കാമേഷ്ടി യജ്ഞം, സന്താനം ഉണ്ടായാൽ പഴനിയിൽ അല്ലെങ്കിൽ തിരുപ്പതിയിൽ പോയി മൊട്ടയടിക്കണം, കാവടി തുള്ളിക്കണം. പിന്നെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന് പോയി ഭജന ഇരുത്തണമെന്നും ആഗ്രഹമുണ്ട്. നീ ചായ കുടിക്ക്. മാവൻ എങ്ങനെ വീശിയോ? എന്തോന്നോ? ബ്രോക്കർ പറഞ്ഞേ നല്ല ക്ലിയറാണെന്ന്. ബാർ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് അമ്മായിയും എൻ്റെ ഭാര്യയും കൊണ്ട് ചിക്കനോ ബീഫോ വെച്ച് നടനടിച്ചിരിക്കാം. എന്റെ രാമ, റമ്മ മിലിറ്ററിയാ? ഓക്കെ മതി, നിർത്ത. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ കാര്യം തല്ലി ഒടിക്കും. സുമംഗലി, നീ അകത്ത് പോ. നിന്റെ മംഗല്യം പിന്നീട്. എന്ത് പറ്റി? എനിക്ക് ഉച്ചയൂണിന് സമയമായി. ഇറങ്ങി ശുംബാ. ശംഭു, ഫുഡായില്ലേ? ഞാൻ വേണമെങ്കിൽ സ്വിഗ്ഗി ചെയ്യാം. ഒരു അൽഫാം മന്തി ഫുള്ള് പോരെ? ഒന്ന് ഇറങ്ങണ നാറി. എന്നെ കാലേ വരെ നിർത്തടിക്കാത്തതേ നീ ഇവിടെ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. ചേച്ചി, ചേച്ചി അനിയനെ കൊണ്ട് വല്ല അമ്പലത്തിന് ഭജനക്കിരുത്ത്. ഇത്രയും നല്ലൊരു വെള്ളിയാഴ്ച എനിക്ക് സമ്മാനിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഒരു വീട്ടിൽ ചെന്നപ്പം ആമാരെന്നെ കൊണ്ട് ഹനുമാൻ ചാലിസ ചൊല്ലിപ്പിച്ചു. മറ്റേ വീട്ടിൽ പോയപ്പോൾ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. എന്തായാലും സുമുഖനും സുശീലും കൂടെ ഫയർ ആയിരുന്നു എന്നെ ഫ്ലവറാക്കി മാറ്റി.